മലയാളികളുടെ സ്വന്തം ചട്ടക്കാരൻ അമ്മാവൻ ബോച്ചയ്ക്ക് സ്ത്രീകളെ കാണുമ്പോൾ ഒരു കിരികിരിപ്പ് സ്വാഭാവികമാണ് എന്ന് അയാൾ സ്ഥാനത്തും അസ്ഥാനത്തും പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പകാലത്ത് താൻ തൃശ്ശൂർ പൂരത്തിന് പോകുന്ന പോലും പെണ്ണുങ്ങളെ ജാക്കി വെക്കാനായിരുന്നു എന്ന് പരസ്യമായിട്ട് തുറന്നു പറഞ്ഞ ഒരു മഹാനാണ്. ആ മഹാന്റെ വാക്കുകളൊക്കെ കേരളക്കര വളരെ രോമാഞ്ചത്തോടെയാണ് എതിരേറ്റതെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു സാംസ്കാരികമായ ഔന്നത്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിലൊന്നും ആ ഒരു മലയാളികളും തെറ്റ് കണ്ടിട്ടില്ല. ഇപ്പോൾ വന്ന് ഹണി റോസിനെ കുറിച്ചുള്ള പരാമർശത്തിൽ കേസ് വന്നപ്പോഴാണ് ചെറിയതായിട്ടൊരു ചർച്ചയായിട്ട് വന്നേക്കുന്നത് ഇയാളുടെ സ്ത്രീ വിരുദ്ധയെക്കുറിച്ച്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കണം, ബോംബി ചെമ്മണ്ണൂരിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇന്റർനെറ്റിൽ പ്രചരിച്ചിരുന്ന ഒരു വീഡിയോ കുറേ ആളുകളെങ്കിലും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു സ്ത്രീ ഇരുന്നിട്ട് ഇവനെ പൂര തെറി വിളിക്കുക, ആ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധം ഉണ്ടാവുകയും അതിനെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്ന എല്ലാ തെറിയും പറയുമ്പോൾ യാതൊരു എതിർപ്പും കൂടാതെ ഇരുന്ന് പട്ടീനെ പോലെ ഈ മുതലാളി ഇരുന്ന് കേട്ടിട്ടുള്ള ദൃശ്യങ്ങൾ ഒത്തിരി ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വീഡിയോ ഇനി വ്യാജമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ട് അത് ഒറിജിനൽ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അവരുടെ തെറ്റിദ്ധാരണയുടെ പുറത്ത് അവരെന്തൊക്കെയോ പറഞ്ഞു എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം ഉണ്ടായതെന്നാണ് പിന്നീട് വന്ന ഒരു വാർത്ത. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ബോബി ചെമ്മണ്ണൂരിനെ ഇങ്ങനെയൊക്കെ വളർത്തിയതിൽ കുറേയേറെ സ്ത്രീകൾക്ക് പങ്കുണ്ട്. അല്ലാണ്ട് ബോബി ചെമ്മണ്ണൂർ അശ്ലീലം അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തുമ്പോൾ അതിനൊരു തമാശയായിട്ട് വളർത്തിക്കൊണ്ട് വന്നതിൽ ആണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല പങ്ക്, സ്ത്രീകൾക്ക് നല്ലപോലെ പങ്കുണ്ട്. അപ്പോൾ നമ്മൾ അതുകൂടെ ആദ്യമായിട്ട് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ മനസ്സിലെ ഇല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ മനസ്സിൽ ഇടം തേടാൻ ആഗ്രഹിച്ച കുറച്ച് സുന്ദരികളും മോഹിനിവല്ലികളുമായ സ്ത്രീകളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഹനാൻ എന്ന് പറയുന്ന മത്സ്യക്കച്ചവടക്കാരിയായിരുന്ന പെൺകുട്ടി. ആ പെൺകുട്ടി പിന്നീട് കേരളത്തിൻ്റെ മൊത്തം ദത്തുപുത്രിയായിട്ട് മാറുകയും പിന്നീട് ബിഗ് ബോസിൽ ചെന്ന് ഊളത്തരങ്ങൾ കാണിച്ചോ എന്തൊക്കെയോ കാണിച്ചോ 2-3 ദിവസത്തിനും പുറത്താകുകയും ചെയ്തു. ഇപ്പോൾ ഹനാനെ കുറിച്ച് എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യമായിട്ട് രാജൻ ജോസഫിൻ്റെ ചാനലിൽ വന്നേക്കുന്ന ഒരു വാർത്ത എന്നെ സത്യത്തിൽ ഞെട്ടിച്ച് കളയുകയും ചെയ്തു. പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം, എനിക്ക് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒപ്പം ഒരു രാത്രി ചെലവഴിക്കണം, അയാൾ എന്താണെന്ന് കൂടുതൽ അറിയണം, അല്ലാണ്ട് ബോബി ചെമ്മണ്ണൂരുമായിട്ട് ഒരു അഭിമുഖം നടത്തണമെന്നോ അയാളെ കാണണമെന്നല്ല, എനിക്ക് ഒരു രാത്രി ചെലവഴിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം അയാൾ എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്ന്. അപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ ഇല്ലെങ്കിൽ അയാളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ വാർത്തകളെല്ലാം ഉൾക്കൊണ്ടിട്ടും ഈ പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മോഹം തോന്നിയത് എന്നതിനെക്കുറിച്ച് കൂടെ നമ്മൾ വിലയിരുത്തണം. ഒന്നുകിൽ അയാളുടെ സമ്പത്ത് കണ്ടിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ 65 വയസ്സായിട്ടും ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ച് ഒരു ബോളി കൂടെ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ബോളി കിട്ടിക്കഴിയുമ്പോൾ അമ്മച്ചിയെ ഇതന്നെ ചേട്ടായുടെ ബോളി ഇങ്ങനെ ഇരിക്കുന്നത് വളഞ്ഞ ബോളിയാണോ എന്ന് ചോദിക്കാൻ മാത്രമുള്ള മഹാമനസ്കതയൊക്കെ ഉള്ള ഒരു വ്യക്തിയെ കുറിച്ച് വളരെ ഇത്തരത്തിലുള്ള നല്ല ഇമേജുള്ള സമ്പന്നനായ ഒരു വ്യക്തിയുടെ ഒപ്പം ഒരു ദിവസം ചെലവഴിച്ച് കഴിയുമ്പോൾ എന്ത് മേന്മയാണ് ആ കുട്ടി ആ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നൂടെ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ എന്നൊരു വിവാദ നായകനാണ്. സ്ത്രീ അദ്ദേഹത്തിന് ദൗർബല്യമാണ്, ഇതൊരു വിഷയമേ അല്ല എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാട് പുലർത്തുന്ന വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. മാത്രമല്ല, കുറച്ചു കാലം മുന്നം നടന്നു എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഈ ഒരു അവസരത്തിൽ രാജൻ ജോസഫ് തൻ്റെ ചാനലിൽ പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ബോബി ചെമ്മണ്ണൂർ അയാളുടെ സ്ഥാപനത്തിലുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ചെറിയ പെൺകുട്ടിയാണ്, പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി, അവസാനം അത് അബോർഷൻ നടത്തി. അത് കേസും പ്രശ്നമായിട്ട് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ അത് ഒത്തുതീർക്കുന്നതിന് വേണ്ടിയിട്ട് കോടികളെ ഇറക്കി കൊടുത്തു. അങ്ങനെ അവസാനം ഇയാളെ പേടിച്ചിട്ടും പലവിധ പ്രശ്നങ്ങളെ കൊണ്ടും ഇഷ്ടംപോലെ പൈസ കിട്ടിയതുകൊണ്ട് ആ പെൺകുട്ടി കേസ് ഒത്തുതീർപ്പാക്കി. അപ്പോൾ സമാനമായ രീതിയിൽ ഇയാളെ പീഡിപ്പിച്ച് ആലും കുഴപ്പമില്ല, ഇഷ്ടംപോലെ പൈസ കിട്ടുമെങ്കിൽ അത് അങ്ങനെ ആയാൽ മതിയോ? ഇനി തട്ടിപ്പിൻ്റെ ഒരു ഉസ്താദായിട്ടാണ് ബോബി ചെമ്മണ്ണൂർ ആളുകൾ പലതരത്തിലും വിലയിരുത്തുന്നത്. അയാളുടെ മിക്കവാറും പ്രസ്ഥാനങ്ങളും രീതികളും അങ്ങനെയൊക്കെ തന്നെയാണ് താനും. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ചർച്ച നടക്കുകയും മറുനാടൻ ഷാജൻ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചെന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ ആൾക്കാരെ പറ്റിച്ചു എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് നേടാനാണോ? ഇനി അതൊന്നും അല്ല, ഹനാൻ പോവുകയാണെങ്കിൽ ഒരു കാര്യം സൂക്ഷിക്കണം, പിറ്റേ ദിവസം രണ്ടുപേരുടെ പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്വഭാവവും ആരോഗ്യവും വലിപ്പ വ്യത്യാസമൊക്കെ പരിഗണിച്ച് മിക്കവാറും ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് പെട്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് രണ്ടുപേർക്കൊക്കെ വേണം ഇങ്ങോട്ടേക്ക് അടുത്തോട്ട് പോകാൻ എന്നൊരു നിർദ്ദേശം കൂടെ അദ്ദേഹം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഹനാൻ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയും നിർദ്ദേശങ്ങൾ പല ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. രണ്ടാമത്, നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനോട് ഭയങ്കര ആരാധന തോന്നിയ മറ്റൊരു വ്യക്തിയാണ് കേരളത്തിൻ്റെ സ്വന്തം ചക്കച്ചേച്ചി.
അപ്പം നമുക്കറിയാം അഞ്ജിത ചേച്ചി ഒരു ദിവസം മുഴുവനും അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെലവഴിക്കുകയും അദ്ദേഹം പലതരത്തിലുള്ള വീഡിയോകൾ എടുക്കുക, അത് വലിയ വൈറലായിട്ട് മാറുകയൊക്കെ ചെയ്തു. നീ നല്ല ഓട്ടക്കാരിയാണല്ലേ, ഞാനും നല്ല ഓട്ടക്കാരനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നല്ല ഡയലോഗ് ഇടുകയും അത് തക്കായിട്ട് പുറത്തു വരികയൊക്കെ ചെയ്തു. അങ്ങനെ പുള്ളിക്കാരി ആദ്യമായിട്ട് എന്തോ നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ പോലെ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള, അദ്ദേഹം ഒന്നും പറയാൻ പറ്റില്ല, ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒപ്പമുള്ള ആ സമയത്ത് മനോഹരമായിട്ട് ചെലവഴിച്ച് വീഡിയോ ഒക്കെ ഇട്ട് ഫേമസ് ആയിട്ടുണ്ട്. അതേപോലെ ഈ ബോബി ചെമ്മണ്ണൂരിനെ ഇൻ്റർവ്യൂ ചെയ്ത ഫേമസ് ആയ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന അശ്ലീലത്തേക്ക് ഒരു തമാശയാണ്, സ്ത്രീ വിരുദ്ധയൊക്കെ ഒരു തമാശയാണ് എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്തിരുന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു, മരിച്ചുപോയ സുബി. സുബിയുടെ ഒരു ഇൻ്റർവ്യൂവിലും ബോബി ചെമ്മണ്ണൂരിനെ ഇൻ്റർവ്യൂ ചെയ്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ തന്നെ വേറൊരുത്തിയുണ്ട്, പേരൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, നമ്മുടെ മന്ത്രിയുടെ ഒരു പേരുമായിട്ടുള്ള വ്യക്തിയാണ്. പുള്ളിക്കാരിയൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇവനൊക്കെ എന്ത് സ്ത്രീ വിരുദ്ധത പറഞ്ഞാലും അശ്ലീലം പറഞ്ഞാലും അതൊക്കെ ഒരു തമാശ എന്നുള്ള രീതി പൊട്ടിച്ചിരിച്ച് ഈ അശ്ലീലത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ കുരങ്ങു മോറികളുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ബോച്ചനെ വളർത്തിക്കൊണ്ട് വന്നത്, അല്ലാണ്ട് ഒറ്റ ദിവസത്തിൽ ഇയാളുടെ ഈ അശ്ലീലിങ് വളർന്നു വന്നതൊന്നും അല്ല. ഇല്ലെങ്കിൽ ആരും അതിനെ പുച്ഛത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഇറങ്ങിപ്പോന്നിരുന്നുവെങ്കിൽ ഇതിനൊക്കെ പെട്ടെന്ന് ഒരു പര്യവസാനം ഉണ്ടായിരുന്നു. അതൊന്നുമല്ല, ഇയാളുടെ പൈസ കണ്ടിട്ട്, അതുപോലെ ഇയാളുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മറ്റ് ചില സ്ത്രീകൾ, നമ്മുടെ ഹണീനെ അല്ല ഉദ്ദേശിച്ചത്, അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രോഗ്രാമിനും ചെല്ലുന്ന നടിമാർ, അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല വിവാദങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെയൊക്കെ ഒരു തമാശയായിട്ട് ഇയാൾ കാണിക്കുന്ന എല്ലാ ലൈംഗിക അതിക്രമത്തെയും ലൈംഗിക ചേഷ്ടകളെയൊക്കെ തമാശയായിട്ട് എന്നുള്ള രീതിയിൽ തള്ളിക്കളയുന്ന ഒരു പ്രവണത സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പൈസക്കാരനായതുകൊണ്ട് ഇനി എന്ത് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് പൈസ കിട്ടുന്നുള്ള ഒരു ധാരണ കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള പരിപാടികൾ ഒക്കെ ഇവർ നിന്ന് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകളാണ് ബോബീനെ ആദ്യമായിട്ട് മോശമാക്കിയത്, അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന മലയാളി സമൂഹമാണെന്നുകൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന് ഹണി റോസുമായിട്ടുള്ള ഒരു വിവാദമാണ് വലിയൊരു പ്രശ്നമായിട്ട് മാറിയത്. അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അടുത്ത കാലത്ത് ഒരു ചെറിയ പെൺകുട്ടിയുമായിട്ട് വെച്ച് വലിയൊരു ആളുകൾ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. എന്താണ്, ഒരു മത്സരത്തിന് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ഒരു ട്രോഫി കൂടെ എന്തായാലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. 15 വയസ്സിന് ഉള്ള കൊച്ചിനെ പുറകെ വെച്ച് പറഞ്ഞതിൻ്റെ ഭാഷയുടെ അർത്ഥം എന്താണ്, മകളുടെ പോയിട്ട് കൊച്ചുമകളുടെ പ്രായമുള്ള കൊച്ചിനെ തിരിച്ചു വരുമ്പം അയാളുടെ ഒരു സാമാനത്തെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നൊരു അർത്ഥത്തിലുള്ള ഡയലോഗാണ് ഈ പരട്ടക്കളവും പറഞ്ഞത്. അതിനെയും നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. ഇതിനു മുന്നേ ഒരു പെൺകുട്ടി അവൻ്റെ കടയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങി എന്നുള്ളതിനെക്കുറിച്ച് തമാശ കലർത്തി ഒരു വീഡിയോ ഇട്ടു. ആ പെൺകുട്ടി ചെയ്ത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ പരാമർശം അത്ര നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ മാന്യമായിട്ട് പറയാം, ഇനി ട്രോളുവാണെങ്കിൽ പോലും. പക്ഷെ അതിന് കൊടുത്ത മറുപടി അതിലും വിചിത്രമാണ്. നീ വന്ന് എൻ്റെ കടയിലോട്ട് വാ, എന്നിട്ട് സാധനം ഒന്ന് ഇട്ട് നോക്കുക, 916 സാധനമെന്ന്. ഈ 65 വയസ്സുള്ള കിളവൻ്റെ ഈ 916 സാധനം എന്ന് പറഞ്ഞാൽ പൊങ്ങയില്ലാത്ത വഴി പഴംപൊരിയും കൊണ്ട് കേരളം മുഴുവൻ ഓടി നടന്നിട്ടാണ് ഇവൻ പറയുന്നത് ഇവൻ്റെ 916 സാധനമാണെന്ന്. ഇതിപ്പോൾ ഈ ഹണി റോസിന് അന്നത്തെ ദിവസം ഹണീനെ കുന്തിദേവി എന്ന് വിളിച്ചു. അതിന് പോരാതെ അവരുടെ അനുവാദം കൂടാതെ ഈ മുൻവശം മാത്രം ആഭരണം ഇട്ട് നിന്ന് കണ്ടാൽ പോരെന്നും പറഞ്ഞ് തോളെ പിടിച്ച് വട്ടം കറക്കി. ആ സമയത്ത് ഹണി റോസിൻ്റെ കൈ എന്തായിരുന്നു? പഴം പറിക്കാൻ പോയേക്കുമായിരുന്നോ? ചേട്ടത്തൊന്ന് കൊടുക്കണമായിരുന്നു, ഇല്ലെങ്കിൽ അന്നേരം ഇറങ്ങി പോരണമായിരുന്നു. അന്നേരം ചിരിച്ചുകൊണ്ട് നിന്നു. അതാണ് ബോബിക്ക് വളമായത്. അന്നേരം ഇഷ്ടക്കേട് കാണിക്കണം, അല്ലാണ്ട് വീട്ടിൽ വന്നിട്ട് മാനേജർമാരോട് വിളിച്ച് പറയുകയല്ലായിരുന്നു. ഹണി റോസിന് അന്നേ പ്രതികരിക്കാമായിരുന്നു. അത് പ്രതികരിക്കാത്തതുകൊണ്ട് ഈ കാമപ്രാന്തന് ഹണീനെ പോലെയുള്ള സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഇവന് ഏത് പറഞ്ഞാൽ ബോച്ചയെ സംബന്ധിച്ചിടത്തോളം എന്നാണ്, തുണി കൊടുത്ത ഒരു ഈർക്കിലി കമ്പ് കിട്ടിയാലും അതിനൊരു ലൈംഗികത അവിടെ എന്തെങ്കിലും ഒന്ന് പറയാമോ, ഒന്ന് നോക്കാവോ എന്നൊന്ന് നോക്കി നടക്കുന്ന ആ വ്യക്തിയുടെ മുന്നിലാണ് സുന്ദരിയായ ഹണി എന്ന് വിട്ടത്. അന്നേ പ്രതികരിക്കേണ്ടത്, അത് ചെയ്തില്ല. അതിനുശേഷം മാനേജറെ വിളിച്ചെങ്കിൽ ഇനി ഇയാളുമായിട്ട് ഇയാളുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല, ഇനി ഇങ്ങനെ ഇയാളുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുകയില്ലെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഞാനൊന്ന് നോക്കിയിട്ടല്ലേ ഉള്ളൂ എന്ന അയാളുടെ അഹങ്കാരം കൊണ്ടാണ് മറ്റു ചില പ്രോഗ്രാമിൽ ഹണി എവിടെ പോയാലും ഇവന് ഹണീനെ ഒന്ന് കാണാനും ഒന്ന് പറയാനും ഒന്ന് മുട്ടി വരുമാനം ഒരു അവസരത്തിൽ നടക്കുന്നത്. ഇത് പോയ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ട് ഇപ്പം അന്നെങ്കിൽ ഇവിടെ കൊണ്ടൊന്ന് പ്രതികരിപ്പിച്ചിട്ടേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇപ്പോഴും ഹണീനെ ഓർക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ ഇത് അവളെ ഞാൻ നടിയെന്നല്ലേ പറഞ്ഞല്ലോട്ട് വെടിയെന്നല്ലല്ലോ എന്നുള്ള പരാമർശം. എന്തായാലും ഹണി കേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നു. അന്നത്തെ ദിവസം കൈ നിവർത്തി യൂട്ടത്തൊന്ന് കൊടുത്താൽ തീരാവുന്നതാണ്, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോരാമായിരുന്നു. കാരണം മാന്യത അല്ലാണ്ട് പെരുമാറിയെങ്കിൽ, പബ്ലിക് ഇത്ര ആളുകളുടെ ഇടയ്ക്ക് മോശമായിട്ട് പെരുമാറിയെങ്കിൽ അന്നേ സ്ട്രോങ് ആയിട്ട് പെരുമാറണമായിരുന്നു. ഇത്രയൊന്നും വളർത്തിക്കൊണ്ട് പോരേണ്ട, ക്ഷമിക്കേണ്ട കാര്യമില്ല. അന്ന് പ്രതികരിക്കാൻ, ഇന്ന് ഇതുപോലെ പ്രതികരിക്കാൻ ഹണിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ അന്നും ഇതാകാമായിരുന്നു. പിന്നെ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും വളരെ മോശമായിട്ട് സ്റ്റാർ സിംഗറോ ഏതാണ്ടൊക്കെ സ്റ്റാർ സിംഗർ അല്ല, ഏതോ ഒരു പ്രോഗ്രാമിൽ ഒരു തങ്കച്ചൻ
അയാൾ പുറകിൽ വള്ളിക്കൊട്ടയും കെട്ടിക്കൊണ്ട് നടക്കുന്നത്. അവനൊക്കെ സത്യത്തിൽ കണ്ണാടിയുടെ മുന്നിലോട്ട് നിന്ന് നോക്കിയാൽ ഈ ഹണി റോസിനെ പോലെ ഒരു പെൺകുച്ചിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ തോന്നത്തില്ല. സ്വന്തം കോംപ്ലക്സ് മറച്ചു വെക്കാനാണ് കുറേ ആളുകൾ പറയുന്നത്. അതുപോലെ കേരളത്തിലെ കുറേ ആളുകളുടെ സംശയമാണ്, ഹണി റോസിൻ്റെ പിൻഭാഗം ഒറിജിനലാണോ വെച്ച് കെട്ടാണോ? ഇതിനെക്കുറിച്ചാണ് ചർച്ച. മലയാളിക്ക് വേറെ പണിയൊന്നുമില്ല. ഹണി റോസ് വെച്ച് കിട്ടിയാൽ എന്താ, വെച്ച് കിട്ടിയില്ലെങ്കിൽ എന്താ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി. അതിനെ കാണുമ്പോൾ പലരുടെ ഒരു പ്രശ്നം, ഈ ഹണി റോസിൻ്റെ ചന്തിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. പലരുടെയും പ്രശ്നമാണ്. അതായത് തനിക്ക് ഹണി റോസിനെ പോലെ സൗന്ദര്യമില്ല എന്നുള്ള സ്ത്രീകളുടെ അസൂയയും കോംപ്ലക്സും. ചില പുരുഷന്മാരെ സംബന്ധിച്ചുള്ള ഹണി റോസിനെ പോലെയുള്ള നല്ല സുന്ദരി പെൺകുട്ടികളുടെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഇരിക്കുന്ന സാധനത്തിന് മുഴുവൻ തേഞ്ഞൊട്ടിയിരിക്കുന്ന ഊമ്പി തിരിഞ്ഞിരിക്കുന്ന സാധനത്തെ കാണുമ്പോൾ ഒരു കോംപ്ലക്സ് വരും. അന്നേരം തൻ്റെ ഭാര്യയ്ക്കില്ല, ഹണി എന്നുള്ള ആ ഒരു വിഷമം കൊണ്ടാണ് മറ്റേ ലേമാർ വന്ന് കമൻ്റ് ഇടുന്നത്. അല്ലാണ്ട് ഹണി റോസിനോടുള്ള അസൂയൊന്നുമല്ല. അസൂയ തന്നെയാണ്. വീട്ടിലിരിക്കുന്ന സാധനത്തെ ഹണി റോസിനെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഇത്രയും മോശപ്പെട്ടതാണല്ലോ എന്നുള്ള കോംപ്ലക്സ് ഉള്ളവരാ ഈ ഹണി റോസിൻ്റെ ശരീരത്തെ കൂടുതൽ അധിക്ഷേപിക്കാൻ പോണേ. സ്ത്രീകളാണെങ്കിലും നല്ലൊരു സുന്ദരിയായ പെൺകുട്ടി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ സ്ത്രീയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുക. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഭൂമിയിലുണ്ടായെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു ക്രിയേഷനാണ്. അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാം. അതിനെ വേദനിപ്പിച്ചോ പുച്ഛിച്ചിട്ടോ എന്താ കാര്യം? അതിനെ ആസ്വദിക്കാൻ പഠിക്കുക. എത്രയോ കവികളും കലാകാരന്മാരും സുന്ദരികളായ സ്ത്രീകളെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു, ശില്പങ്ങൾ രചിച്ചിരിക്കുന്നു. രാജ രവിവർമ്മയുടെ ചിത്രങ്ങളിൽ എത്രയോ മനോഹരമായിട്ട് സ്ത്രീയെ വരച്ചു വെച്ചിരിക്കുന്നു. അതൊക്കെ നമ്മൾ ആസ്വദിക്കാനാണ്, അല്ലാണ്ട് അവഹേളിക്കാനല്ല. സ്ത്രീക്ക് എല്ലാവർക്കും സൗന്ദര്യം കിട്ടത്തില്ല. അത് ദൈവത്തിൻ്റെ ഒരു വരദാനമായിട്ട് ഇനി വെച്ച് കെട്ടിയാൽ എന്താണ്, അത് ഹണിക്ക് ചേരുന്നുണ്ടെന്നേ. മലയാളികളുടെ പ്രശ്നം എന്താണ്? അപ്പോൾ എന്തായാലും ശരിക്കും ഹണി റോസ് പരാതി കൊടുക്കേണ്ട ബോച്ചയ്ക്കെതിരെ മാത്രമല്ല, ഈ അശ്ലീല കമൻ്റ് ഇട്ട 30 പേർക്ക് മാത്രമല്ല, ഹണി റോസിനെ കുറിച്ച് ആദ്യകാലം മുതൽ മോശപ്പെട്ട ഓരോരോ ട്രോളുകൾ ഉണ്ടാക്കിയ, ഇല്ലെങ്കിൽ ആ തങ്കച്ചനെ മുതൽ പിടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൊണ്ടുപോയി കൊടുക്കണം. കാരണം വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ച് അതിനെ ഒരു ബോഡി ഷെയ്മിംഗ് ഒക്കെ നടത്തിയ വ്യക്തിയാണ്. അത്രയൊക്കൊന്നും ഹണി റോസ് സഹിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ചക്കച്ചേട്ടൻ്റെ പ്രശ്നം, നമ്മുടെ ചട്ടച്ചേട്ടൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊങ്ങാത്ത ഒരു സാധനമുണ്ട്. അതിനി പൊങ്ങയാലെന്നും പ്രായം ഇത്രയെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി എന്തായാലും യോഗ കൊണ്ട് പോലീസ് കസ്റ്റഡിയിലോട്ട് പോയാൽ പിന്നെ അത് ഒരിക്കലും അങ്ങേരുടെ ബോളി പൊങ്ങത്തില്ല. ഈ പൊങ്ങാത്ത ബോളി ഇരിക്കുമ്പോൾ നല്ല സുന്ദരികളായ പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഞരമ്പിൽ കിരിയിരിപ്പൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ആ കിരിയിരിപ്പ് ഉടനെ മാറുമെന്ന് നമുക്ക് വിചാരിക്കാം, പ്രതീക്ഷിക്കാം.